ദുരന്തമുഖത്തെ സങ്കടക്കടൽ ദുരന്തമുഖം ഒരു സങ്കടക്കടലാകുന്ന ദൃശ്യങ്ങളാണ് എങ്ങും കാണാനാകുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഷഹദ് റഹ്മാനൊക്കെ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ 9 വയസ്സുകാരി മൃദുല മോളുടെ വാക്കുകളിലൊക്കെ എത്രത്തോളം ആഴത്തിലാണ് അത് പതിച്ചിരിക്കുന്നതെന്നാണ് മൃദുല മോൾ പറഞ്ഞതുപോലെ 2 ദിവസമായി ഉറങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. ചെവിയിൽ ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടൽ ശബ്ദം ഇടയ്ക്ക് മുഴങ്ങി കേൾക്കുന്നുവെന്ന് പറയുന്നു. ഒപ്പം തൊട്ടടുത്ത വീട്ടിൽ മൃദുലയുടെ സുഹൃത്തുക്കളുണ്ട്, അല്ലമീനുണ്ട്, ഒരു നജമോളുണ്ട്. ഇവരൊക്കെ കൺമുന്നിലൂടെ പോകുന്നത് കണ്ടു നിന്ന ഇപ്പോൾ ഈ മൃദുല മോൾക്ക് സുഹൃത്തായി ഉള്ളത് ഒരാളാണെന്ന് മാത്രമൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും എത്ര ആഴത്തുള്ള നഷ്ടമുണ്ടായി എന്നത് വരികളിലൂടെ വരച്ചിടുകയാണ് ഓരോരുത്തരും. അത്രത്തോളം സങ്കടക്കടലായി മാറുന്ന കാഴ്ചയാണ് മുണ്ടക്കൈ ശരിക്കും ഒരു തീരാനോവായി മാറും. ഈ സമാനതയില്ലാത്ത ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏത് കാലത്തെയും എക്കാലത്തെയും തീരാനോവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലർക്കും നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളവരാണെങ്കിലും ചികിത്സയിലുള്ളവരാണെങ്കിലും അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അവർ സംസാരിക്കുമ്പോൾ കാര്യം അതിജീവിച്ചതിൻ്റെ ഒരു ആശ്വാസം അവരുടെ മുഖത്തിൽ, അതിനപ്പുറത്തേക്ക് ഉറ്റവരില്ല എന്നതിൻ്റെ സങ്കടം അത് മാത്രമാണ് അവരിലുള്ളത്. അവരെവിടെയെങ്കിലും ഉണ്ടോ, ജീവനോടെ കിട്ടുമോ എന്നൊക്കെ നമ്മോട് ചോദിക്കുമ്പോൾ ആ സഹായഹസ്തങ്ങൾ നീട്ടാൻ നമുക്ക് ആവാതെ, അവരോട് മറുപടി പറയാനാകാതെ നമ്മുടെ വാക്കുകൾ പരിമിതികളുണ്ടാകുന്ന പല അവസരങ്ങളും നമ്മുടെ പ്രതിനിധികൾ അഭിമുഖീകരിച്ചു. അതൊക്കെ അവർ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തു. ഇനി ദുരിതാശ്വാസ ഈ നാളത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ പുഞ്ചിരിവട്ടം, മുണ്ടക്കൈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് 6 സോണുകളിലായാണ് രക്ഷാപ്രവർത്തനം നടക്കുക, രക്ഷാദൗത്യം നടക്കുക. ഈ പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മേഖലകൾ ഒപ്പം, അതായത് ഈ മുണ്ടക്കൈ പുഞ്ചിരിവട്ട മേഖലയോടൊപ്പം സമാന്തരമായ ചാലിയാറിൻ്റെ തീരത്തും പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പുഞ്ചിരിവട്ടത്തേക്ക് നമ്മൾ ഈ 2ാം ദിവസവും 3ാം ദിവസവും ഒക്കെ, ഈ 2ാം ദിവസം പ്രത്യേകിച്ച് ഈ ദുരന്തം നടന്ന അന്നേ ദിവസം 13 മണിക്കൂറിന് ശേഷം നമ്മൾ മുണ്ടക്കൈയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ രക്ഷപ്പെടുത്തിയ ആളുകൾ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഉയർന്ന മേഖലയിൽ നിന്നാണ്, ഏലത്തോട്ടങ്ങളിൽ നിന്നും തേയിലത്തോട്ടങ്ങളിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഈ നമ്മൾ പറഞ്ഞ ഗ്രീൻ ട്രീ റിസോർട്ടുകളടക്കം ചില റിസോർട്ടുകൾ, ചില ഉയരത്തുള്ള വീടുകൾ, ഇവിടെയെല്ലാം കൂട്ടമായി നിന്നവരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും ഉയരങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ജീവനോടെ കൂടി തന്നെ, ജീവനെ തുടിപ്പോടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ള ഏക ആശ്വാസം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ നാളെ ജീവനോടെ കണ്ടെത്തുന്ന ആശ്വാസകരമായ വാർത്ത വരട്ടെ. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഈ സംഖ്യകൾ കൂടുന്ന, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ ആകില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. വയനാട് ദുരന്തത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന മരണസംഖ്യ 297 എന്നുള്ളതാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളത്തെ തിരച്ചിൽ, അതിനു വേണ്ടിയിട്ടുള്ള നാളത്തെ തിരച്ചിലിനെയാണ്. മദ്രാസ് റെജിമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ തിരച്ചിലിന് വേഗം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സൈന്യത്തിൻ്റെ ആദ്യ വാഹനം അതുവഴി കടന്നു പോകുന്നതും ബലപരിശോധന നടത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ ബെയിലി പാലം നിർമ്മാണത്തിൻ്റെ സാധ്യത, അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞതോടുകൂടി കൂടുതൽ സംവിധാനങ്ങൾ മറുകരയിലേക്ക് എത്താൻ പോവുകയാണ്, അവിടെ തിരച്ചിൽ നടത്താൻ പോവുകയാണ്. അതുതന്നെയാണ് നാളത്തെ തിരച്ചിലിൻ്റെ ഒരു പ്രത്യേകതയും. ദൗത്യം തുടങ്ങി 4ാം ദിവസത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എന്ന് കരുതുന്നുണ്ട് ദൗത്യസംഘം. നേരത്തെ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കി തിരിച്ചെത്തിയ മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കയ്യടികളോടെ സ്വീകരിക്കുന്ന പ്രദേശവാസികളെ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയൊരു ദൗത്യമായിരുന്നു അത്. ഇന്നലെ രാത്രിയിലും അവർ ആ പാലം നിർമ്മാണം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. നേരത്തെ സൈന്യം അറിയിച്ചതുപോലെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ള കാര്യം അവർ അറിയിച്ചിരുന്നു. അത് ആ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രക്ഷാ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം, ഈ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദിനം എന്നുള്ള നിലയിലാണ് നമ്മൾ നാളത്തെ ദിനത്തെ കാണേണ്ടത്. തെരച്ചിലിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ദുരന്ത മേഖലയിലെല്ലാം വേദനാജനകമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമ്പുകളിൽ നിന്നാവട്ടെ, ആശുപത്രികളിൽ നിന്നാവട്ടെ, അവിടെയൊക്കെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഇന്നത്തെ ദിനത്തിലും നമ്മൾ കണ്ടിരുന്നു. ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ചില വീടുകളിൽ നിന്ന് ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന നില, ഒരു നാടൊന്നാകെ ഈ ദുരന്തത്തിൻ്റെ ഇരയായി മാറുന്ന കാഴ്ച, വലിയ കെട്ടിടങ്ങൾ നിലംപൊത്തുന്നത്, വീടുകളിലേക്ക് ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞ് അത് പൂർണ്ണമായി തകർന്നു പോകുന്ന നിലയിലേക്ക്, വലിയ പാറക്കെട്ടുകൾ വന്ന് പതിച്ച നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ, വിവിധ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളുമൊക്കെ ഇതിനോടകം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഒരു ദുരന്തഭൂമിയായി ഒരു മേഖല മുഴുവൻ മാറിപ്പോയിരിക്കുകയാണ്.
അവിടെ നിന്ന് ഈ വലിയ ദുരന്തമുഖത്തും നമ്മുടെ കൂട്ടായ്മയുടെ കരുത്ത്, നമ്മുടെ സ്നേഹത്തിൻ്റെ കരുത്ത് ഒക്കെ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സഹായങ്ങൾ, ആശുപത്രികൾക്ക് വേണ്ട അധിക സൗകര്യങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ദൗത്യസംഘം, അതിന് നേതൃത്വം നൽകുന്ന സൈന്യം, NDRF, ഫയർഫോഴ്സ്, പോലീസ്, അങ്ങനെ ഈ അപകടം നടന്നത് മുതൽ ആ പ്രദേശത്തേക്ക് എത്തിയ പ്രാദേശിക രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ അവർക്ക് ആശ്വാസവാക്കുകളുമായി എത്തിയ നേതാക്കൾ, അവരെയൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. പല മേഖലകളിൽ നിന്നായി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളുടെയും ഒക്കെ പല മേഖലകളിൽ നിന്നായി നമുക്ക് സഹായം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മേഖല പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു, ഒരു നാട് മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ സമാനതകളില്ലാത്തൊരു ദുരന്തം എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ദുരന്തം. ഇനി ആ മേഖലയുടെ പുനർനിർമ്മാണത്തിലേക്ക് അടക്കം നമുക്ക് കടക്കേണ്ടതുണ്ട്. അവിടെയുള്ള സ്കൂളുകൾ തകർന്നു പോയിരിക്കുന്നു, അവിടെയുള്ള കെട്ടിടങ്ങൾ തകർന്നു പോയിരിക്കുന്നു, കടകൾ തകർന്നു പോയിരിക്കുന്നു. ഒരു ചെളിക്കൂമ്പാരമായി ഒരു ദേശം മുഴുവൻ മാറിപ്പോയിരിക്കുന്ന കാഴ്ച. അവിടെ നിന്ന് ഇപ്പോഴും 10-200 പേരെ കാണാനില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. സർക്കാർ ഇപ്പോഴൊരു ഔദ്യോഗികമായി അറിയിക്കുന്ന കണക്കുണ്ട്, ഏതാണ്ട് 200ഓളം പേർ എന്നുള്ളത്. പക്ഷേ അവിടെയുള്ള പ്രാദേശികമായി അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അതൊന്നുമല്ല, അതിനേക്കാളേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് അവർ പറയുന്നത്. തെരച്ചിൽ എന്തായാലും നടക്കട്ടെ, സാധ്യമായ സംവിധാനങ്ങളെല്ലാം അതിനായി ഉപയോഗപ്പെടുത്തട്ടെ. ഇപ്പോഴും നമുക്കൊരു ഉത്തരം നൽകാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഒരുപാട് മനുഷ്യർ ഇപ്പോഴും അവിടെ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയുണ്ട്. ആശുപത്രികളിലും ക്യാമ്പുകളിലുമൊക്കെയായി കഴിയുന്നവരാണ് അവർ. ഈ ആശുപത്രികളിലേക്ക് ഓരോ ആംബുലൻസ് എത്തുമ്പോഴും അത് തങ്ങൾക്കറിയുന്നവരാണോ, തങ്ങളുടെ ഉറ്റവരാണോ, തങ്ങളുടെ ബന്ധുക്കളാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് ഓടി വരുന്നവരെ നമുക്കവിടെ കാണാൻ കഴിയും. ഇന്ന് ക്യാമ്പുകളിൽ നിന്നുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അവർ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പലരും പറയുന്നത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവരാണ്. ആ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷം അവർക്കില്ല. കാരണം അവരോടൊപ്പം നിന്നവർ, അവരോട് ചേർന്ന് നിന്നവർ, അവരുടെ പരിചയക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, ഇവരൊക്കെ എവിടെയാണ് എന്നറിയില്ല. അതിൽ ചിലരുടെയൊക്കെ മൃതശരീരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു നാട് മുഴുവൻ വലിയ നടുക്കത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച, അത് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ദുഃഖമായി മാറുന്ന കാഴ്ച. അതാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം സഹായത്തോടുകൂടി മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു. അവിടെയാണ് നാളത്തെ രക്ഷാദൗത്യം അല്ലെങ്കിൽ നാളത്തെ തെരച്ചിൽ ഒരു നിർണായക ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി വലിയ വാഹനങ്ങൾ, JCB പോലുള്ള വാഹനങ്ങൾ, ആർമി വാഹനങ്ങൾ, ദൗത്യസംഘത്തെ എത്തിക്കുന്ന വാഹനങ്ങൾ, അതുപോലെ മെഡിക്കൽ ആംബുലൻസ്, ഹെവി ട്രക്കുകൾ, അങ്ങനെ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ ഉപകരണങ്ങൾ നമുക്ക് മറുകരയിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നില ഇപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പുഞ്ചിരിമട്ടത്ത് പ്രത്യേക തിരച്ചിൽ നാളെ നടക്കും. മുണ്ടക്കയുടെ വിവിധ മേഖലകളിൽ പരിശോധനയുണ്ടാകും. ഇപ്പോഴും ദൗത്യസംഘം പറയുന്നത് ജീവനോടെ കണ്ടെത്തി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അക്കാര്യത്തിലുള്ള പരിശോധനയും എന്തായാലും നാളെ ഉണ്ടാകും. 24 ടൺ ഭാരം വഹിക്കാൻ ഈ ബെയിലി പാലത്തിന് കഴിവുണ്ട്. അതായത് വലിയ വാഹനങ്ങൾ തന്നെ, വലിയ സംവിധാനങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള വാഹനങ്ങൾ തന്നെ അതുവഴി കടന്നു പോകാൻ കഴിയും. നേരത്തെയും മറ്റ് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബെയിലി പാലം സൈന്യം നിർമ്മിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അവർ പറഞ്ഞ സമയത്ത്, കൃത്യമായ സമയത്ത് തന്നെ അതിൻ്റെ നിർമ്മാണം അവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിനത്തിൽ നമ്മൾ കണ്ടത് ആ ദുരന്തബാധിതരെ നാടൊന്നാകെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് അവിടേക്ക് എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ മന്ത്രിമാരുടെ സംഘം അവിടെ തുടരുന്നുണ്ട്. അല്പസമയം മുമ്പാണ് മന്ത്രിതല ഉപസമിതിയുടെ യോഗം പൂർത്തിയായത്. അതിനുശേഷം മന്ത്രിമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നാളത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. 6 മേഖലകളായി തിരിഞ്ഞ് നാളെ തെരച്ചിൽ നടക്കാൻ പോവുകയാണ്. അതായത് കൂടുതൽ മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തെരച്ചിൽ സംഘം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും. അതുപോലെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ.
ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന സൈന്യത്തിന് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് സഹായവും നൽകിക്കൊണ്ട് നമ്മുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആ, കൂടുതൽ സഹായഹസ്തങ്ങൾ പല മേഖലകളിൽ നിന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ഓരോരുത്തരുടെയും പേര് പറയുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഒരുപാട് തുക നൽകിയ ആളുകളുണ്ട്. ആ തുകയുടെ വലുപ്പത്തിലല്ല, ആ മനസ്സിനാണ് വലുപ്പം എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്. വസ്ത്രങ്ങളായിക്കോട്ടെ, ഭക്ഷണങ്ങളായിക്കോട്ടെ, അവരുടെ ആ നാടിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള തുക എന്നുള്ള നിലയിൽ വലിയ സംഭാവനകളായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സഹായം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരുകയും വേണ്ടി വരും. കാരണം വലിയൊരു നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മേഖലയൊന്നാകെ ഇല്ലാതായി പോയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷാഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാഹദ്, അവിടെ നിന്നെല്ലാം കണ്ണീർ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അവരുടെ പ്രതികരണങ്ങളിലെല്ലാം സഹിക്കാൻ കഴിയാത്ത വേദനയാണുള്ളത്. നാളെയും നമ്മൾ തെരച്ചിൽ തുടരാൻ പോകുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെ ഷാഹദ്? തെരച്ചിലാണ് കൂടുതൽ ഉള്ളത്. കാരണം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ അത്രയും പരിമിതികൾ ഏറെയായിരുന്നു. കാരണം ഈ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഈ ദുരന്ത മേഖലകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ നാളെ രാവിലെ 7 മണി മുതൽ അല്ലെങ്കിൽ 6 മണി മുതൽ തന്നെ ഈ ദുരന്തം നടന്ന മേഖലകളിൽ അത് കൃത്യമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ വലിയ JCBകളും അതുപോലെ തന്നെ ഹിറ്റാച്ചികളും ഒക്കെ തന്നെ ഇന്നലെ തന്നെ ഈ മേഖലകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാലത്തിന്റെ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തത് കൊണ്ട് മാത്രമാണ് ഇത് ആ മേഖലകളിലേക്ക് എത്തിക്കാതിരുന്നത്. പക്ഷേ ഇന്ന് ആ പണി പൂർത്തിയായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി ഇത്തരം യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഈ അതിവേഗം ഈ പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അല്പം മുമ്പ് നമ്മൾ ഈ പാലം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു അവർക്ക് മുന്നിൽ എന്നുള്ളതാണ്. പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ ഇവർ ഈ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുകൊണ്ട് നേരിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയും ഒരു കരുത്ത്, അത് എണ്ണയിട്ട യന്ത്രം പോലെ അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉപകാരപ്രദമാവുകയും അത് വേഗത്തിൽ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റ് മേഖലകളിലേക്ക് കടന്നാൽ, അതായത് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെയാണ്. ആ ഘട്ടത്തിൽ രജിത്തിന് അറിയാം, നമ്മൾ ഒരുപാട് പ്രതികരണങ്ങൾ ഇന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണങ്ങൾ അത്രയും വേദന ജനിപ്പിക്കുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കണ്ണ് നനയാതെ അല്ലെങ്കിൽ പൊട്ടിക്കരയാതെ ഒരാളും ഇന്ന് ക്യാമറക്ക് മുന്നിൽ വന്നിട്ടില്ല. കാരണം ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നത് അത്രയും വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളും അതുപോലെ തന്നെ വാർത്തകളുമായിരുന്നു. കാരണം ഇന്ന് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സുജാത എന്ന് പറയുന്ന അമ്മയുമായിട്ടായിരുന്നു. സുജാതയുടെ കൊച്ചുമകളുമായിട്ടായിരുന്നു. മൃദുല എന്നാണ് ആ കൊച്ചുമിടുക്കിയുടെ പേര്. ഇവരുടെ രണ്ടുപേരുടെ പേരുമായിരുന്നു. ഇവർ പറയുന്ന കഥ കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും വലിയ രീതിയിലുള്ള സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ സാഹസികമായിട്ടാണ് അവർ ഈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഉരുൾപൊട്ടി വന്ന് ഈ വലിയ പുഴ പോലെയായിട്ടുള്ള ഈ പുഴയിലൂടെ, അതായത് താൽക്കാലികമായി പുതുതായി രൂപപ്പെട്ട ഈ പുഴയിലൂടെ നീന്തി കരക്കെത്തിയപ്പോൾ ആ കരയിൽ നിൽക്കുന്നത് 3 കാട്ടാനകളാണ്. ആ കാട്ടാനകളെടുത്ത് ഇരുന്നാണ് നേരം വെളുപ്പിച്ചത്. ഭാഗ്യമെന്ന് പറയട്ടെ, ആ കാട്ടാനകൾ ഇവരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആ മോള്, അതായത് 9ാം ക്ലാസ്സിലാണ് ആ മകൾ പഠിക്കുന്നത്. മൃദുല എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അതായത് കുട്ടിയുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ വീട്ടിന് സമീപത്തുള്ള ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു. ആ ആളുകളൊക്കെ ഈ മോള് ഇത്തരത്തിൽ നീന്തി രക്ഷപ്പെടും, അതായത് മുത്തശ്ശിയുടെ ചുമരിൽ ഇരുന്ന് നീന്തി രക്ഷപ്പെടുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും വിളിച്ച് കൂകുന്നുണ്ടായിരുന്നു, ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെയും രക്ഷിക്കൂ, ഞങ്ങളെയും കൂടെ കൂട്ടു എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇവർക്ക് നിസ്സഹായരാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവൻ തന്നെ അക്കരയ്ക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല.
അത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഉറ്റവരെ ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ റഹീമ യാക്കൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഇന്ന് അവിടെ നിന്ന് പരിചയപ്പെട്ടു. അവര് പറഞ്ഞത് അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കിയ മകൻ ഏറ്റവും അവസാനം അവരെ വിട്ടു പിരിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അത് അൽഫിനാസ് എന്ന് പറയുന്ന ഒരു അയൽവാസിയാണ് ഈ യുവതിക്കും അവരുടെ കുടുംബത്തിനും കാവലായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം മഴ പെയ്ത ഘട്ടത്തിൽ മഴ അതായത് ഉരുൾപൊട്ടുമോ എന്നൊക്കെ ആശങ്ക ഇവർ പ്രകടിപ്പിച്ച് ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ഇവർക്കായിട്ട് കാവലിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ദുരന്തം നടന്ന് വാർത്ത പുറത്തു വീഴുന്ന സമയത്ത് ഇവർക്ക് കാവലിരുന്ന ആ കുടുംബത്തിലെ ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ കാഴ്ചകളാണ് നമുക്ക് ഇന്ന് ഈ മേഖലയിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഗണേശൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. ആ ചേട്ടന്റെ സഹോദരിയെ കാണാനില്ല. ആ കുടുംബത്തെ ഒന്നാകെ ഇത്തരത്തിൽ ഉരുൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് 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 കഥകൾ അല്ലെങ്കിൽ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. പലരും പരിക്കുകളിൽ നിന്ന് മോചിതരായിട്ടില്ല. ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയാണ്. പലരും അതായത് ഇനി ജീവിതത്തിലേക്കാണോ തിരിച്ച് മരണത്തിലേക്കാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാത്ത നിരവധി ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. മാത്രമല്ല ഈ നാട് അത് ഈ ടിവികളിലും അതുപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഇത് കണ്ടതിന് ശേഷം ഇത് ഞങ്ങളുടെ നാട് തന്നെയാണോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ പലപ്പോഴും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോ നമ്മൾ ആ സംസാരിച്ച ഘട്ടത്തിൽ പലരും പറയുവാണ് ഈ രാത്രി ഉരുൾ പൊട്ടിയതിന്റെ ആ ശബ്ദം അത് ഇപ്പോഴും ചെവികളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ക്യാമ്പിൽ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിലും ആ ഒരു ഭയം അത് തങ്ങളെ വിട്ടു പോകുന്നില്ല. തങ്ങളെ ചെവിയിൽ നിന്ന് ആ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് എന്നുള്ളത്. അതിന് സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ കാഴ്ച അത് അവരെ വിട്ടു പിരിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നാളെയുള്ള രക്ഷാപ്രവർത്തനം അതിലേക്ക് കടക്കുകയാണെങ്കിൽ നാളെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഊർജ്ജസ്വലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സേനാ അംഗങ്ങളും അതുപോലെ തന്നെ ഈ ആർമി അതുപോലെ NDRF ഫയർഫോഴ്സ് ഇവരുടെ എല്ലാം തന്നെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ദൗത്യം കുറെ കൂടി എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കുറെ കൂടി ഊർജ്ജസ്വലമാക്കാൻ ഈ പ്രധാനമായിട്ടും ഈ നാളെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഈ മേഖലകളിലേക്ക് എത്തും. കാരണം കുറെ അധികം വലിയ പാറക്കല്ലുകളാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉള്ളത്. കൂടാതെ കുറെ അധികം ഈ സിമന്റ് കൊണ്ടുള്ള കെട്ടിടങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറെ അധികം സ്ലാബുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഗ്രില്ല് ചെയ്ത് പൊളിച്ചു നിൽക്കുക അങ്ങനെ ഒരുപാട് വലിയ ശ്രമകരമായിട്ടുള്ള പണികളാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇതിനിടയിൽ ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയും വേണം. അല്ലെങ്കിൽ മരിച്ചിട്ടാണെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും വേണം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വലിയ ദൗത്യമാണ് ഇനി മുന്നിലുള്ളത്. അപ്പോൾ ആ ദൗത്യത്തിലേക്കാണ് നാളെ കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നാളെ വലിയ ഹിറ്റാച്ചുകളും അതുപോലെ തന്നെ JCBകളും ഒക്കെ നാളെ ഈ മേഖലകളിലേക്ക് തിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ TV സ്ക്രീനിൽ ഈ ആകാശ ദൃശ്യം കാണാം. നമുക്ക് കാണാം ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഈ പ്രദേശത്തിന്റെ പഴയ ചിത്രം നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലായിടങ്ങളിലും കണ്ടതാണ്. 24 തന്നെ പലതവണ ആവർത്തിച്ച് കാണിച്ചതാണ്. ആ ഘട്ടങ്ങളിൽ നമുക്ക് പഴയ വിഷ്വലും പുതിയ ദൃശ്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ നടന്നതെന്നും അതിന്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കരകയറണമെങ്കിൽ ഏറെ സമയമെടുക്കും. ഇതിനൊക്കെ അപ്പുറത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ എന്ത് ചെയ്യും അല്ലെങ്കിൽ എവിടേക്ക് പോകും എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയുമില്ല, അല്ലെങ്കിൽ ഒരു മുന്നിലൊരു പ്ലാൻ ഇല്ല. കാരണം അവരെല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പ് എത്ര നാളുണ്ടാകും, നിങ്ങളെല്ലാവരും എത്ര നാളുണ്ടാകും, ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ എത്ര നാളുണ്ടാകും, ഞങ്ങളുടെ ആധാർ കാർഡ് ഞങ്ങളുടെ കയ്യിലില്ല, വോട്ടർ ID ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിലില്ല, ഇത് ഏതാ സ്ഥലമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇതിൽ ഏത് ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട് നിന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എവിടെ പോകും, എന്ത് ചെയ്യും, ഇനി ഒരു ജോലി എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് എവിടെ കൊണ്ട് നിക്ഷേപിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണണം. അത്
നമ്മൾ ഒന്നായിട്ട് ഈ കേരളം ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമുക്ക് ആ ഉത്തരം നൽകേണ്ടത്. ഇതിനു മുൻപും നമുക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്ന ചരിത്രമുണ്ട്. പുത്തുമലയാകട്ടെ, കവളപ്പാറയാകട്ടെ, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നടന്ന ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചവരാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ആഘാതത്തിലാണ്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ അളവിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ദുരന്തം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോഴും ഈ മരണനിരക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, ഉരുൾപൊട്ടലിൽ മരണം 297 എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇത് ഇനിയും ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള പ്രാദേശികമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്. കാരണം ആ മേഖല എന്ന് പറയുന്നത് അത്രയും അധികം ജനവാസ മേഖലയായിരുന്നു. പ്രത്യേകിച്ച് ഈ പല മേഖലകളിലും, അതായത് 700-ഉം 800-ഉം ഒക്കെ വീടുകൾ ഉണ്ടായിരുന്ന തിരച്ചിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, ഇനി നാളത്തെ തിരച്ചിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം, ഒപ്പം തന്നെ ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് കണ്ട വേദനാജനകമായ കാഴ്ചകൾ, പ്രതികരണങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു ഷഹദ് റഹ്മാൻ.